എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കുക അല്ലാതെ മറ്റു മാർഗമില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. സർക്കാർ ആവശ്യപ്രകാരം പ്രശ്നം പരിഹരിക്കാൻ 2 ആഴ്ച സമയം അനുവദിച്ചിട്ടുണ്ടെങ്കിലും സുപ്രീംകോടതി വിധി നടപ്പിലാക്കണം എന്ന കാര്യത്തിൽ മാറ്റമില്ലെന്ന സൂചനയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. എന്നാൽ ഒരാളെയും തെരുവിൽ ഇറക്കില്ലെന്നും മലയിടം തുരുത്തിലെ ജനങ്ങൾക്കൊപ്പമാണെന്നും ആവർത്തിക്കുകയാണ് സർക്കാർ. കുടിയൊഴിപ്പിക്കേണ്ടി വന്നാൽ പുനരധിവാസം ഉറപ്പാക്കുമെന്നും സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും കുടിയിറങ്ങില്ല എന്ന നിലപാടിലാണ് മലയിടം തുരുത്തിലെ കുടുംബങ്ങൾ. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഒരാളെയും കുടിയിറക്കാൻ സമ്മതിക്കില്ലെന്നും സമരസമിതിയും പറഞ്ഞു. മലയിടം തുരുത്തിലെ കുടുംബങ്ങളെ തെരുവിലേക്ക് വിടില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മുൻ സർക്കാർ എന്തു ചെയ്തു എന്ന രാഷ്ട്രീയ ചോദ്യം കൂടി ഇന്ന് ഉന്നയിച്ചു. ഇതിനിടെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് മലയിടം തുരുത്ത് സന്ദർശിച്ചു. മലയിടം തുരുത്തിലുണ്ടായ പോലീസ് അതിക്രമം മുത്തങ്ങയെ ഓർമ്മിപ്പിക്കുന്നതാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഹൈക്കോടതി 2 ആഴ്ച സമയം അനുവദിച്ചെങ്കിലും മലയിടം തുരുത്തിൽ ശാശ്വത പരിഹാരം കാണാനാകുമോ? കാണാം RDX റാപ്പ്. പാരിയത്തുകാവ് മലയിടം തുരുത്തിൽ സുപ്രീംകോടതി വിധി നടപ്പിലാക്കണമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. കോടതി വിധി അനുസരിക്കണമെന്നും അല്ലാതെ മറ്റു മാർഗമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കോടതി മുൻപാകെ നേരത്തെ തന്നെയുള്ള ഹർജിയാണ് ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ച് പരിഗണിച്ചത്. പാരിയത്തുകാവ് ഒഴിപ്പിക്കാനുള്ള കോടതി വിധി സർക്കാർ അനുസരിക്കുകയാണ് വേണ്ടതെന്നും കുടിയൊഴിപ്പിക്കൽ വൈകുന്നത് കോടതിയുടെ ശക്തി ഇല്ലാതാക്കലാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കുടിയൊഴിപ്പിക്കലിൽ സാങ്കേതികത പറയാതെ കോടതി വിധിയെ സർക്കാർ അനുസരിക്കുകയാണ് വേണ്ടത്. കോടതി വിധി സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ബുദ്ധിമുട്ടില്ലാതെ പ്രശ്നം പരിഹരിക്കാൻ 2 ആഴ്ച സമയം വേണമെന്ന സർക്കാർ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. അതേസമയം പാരിയത്തുകാവിലെ കുടുംബങ്ങളെ വഴിയാധാരമാക്കില്ലെന്നും കോടതി വിധി എതിരായാൽ ഈ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്നും സർക്കാർ അറിയിച്ചു. എന്നാൽ 2 ആഴ്ച സാവകാശം നൽകിയ ഹൈക്കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്യുമെങ്കിലും കുടിയൊഴിപ്പിക്കലോ പുനരധിവാസമോ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് പാരിയത്തുകാവിലെ കുടുംബങ്ങൾ. പിറന്ന മണ്ണിനായി പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്ന് സമരസമിതിയും വ്യക്തമാക്കി. RDX റാപ്പ്, ന്യൂസ് മലയാളം. ചേട്ടാ, ഇതൊരു വലിയ ചർച്ചകൾക്കുള്ള സമയമൊന്നുമില്ല. എന്തെങ്കിലും നമ്മൾ നിരുപാധികം ആ കുടുംബത്തിന്റെ കൂടെ നിൽക്കണം. അതെ, അതിലൊരു സംശയമില്ല. അതായത് ഇതിപ്പം സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞെങ്കിലും നമ്മൾ പൊതുസമൂഹം ആപ്പാട് അതിനെ കൂടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ കോടതി ഉത്തരവുകൾ ഉള്ളപ്പോൾ അതിന് നിയമപരമായിട്ട് മറികടന്നിട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് നടക്കുക അവിടെ. അതെ, തീർച്ചയായും. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനൊരു ഇത്രയും അവരുടെ തലമുറകൾ തന്നെ താമസിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവരെ കുടിയിറക്കപ്പെടുക എന്ന് പറയുന്നത് ശരിക്കും ഒരു സാമൂഹിക മാനുഷികമായ ചില തലത്തിൽ ബാധിക്കുകയും അത്തരം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് തോന്നുന്നത്, അല്ലേ? അപ്പോൾ അവരുടെ കാര്യങ്ങളാണല്ലോ, അതിനു വേണ്ടിയിട്ടാണല്ലോ നിയമമൊക്കെ. വരും. ശരി, പിന്നെ എല്ലാ കോടതി വിധികളും അതേ അർത്ഥത്തിലും അതേ തലത്തിലും നടപ്പാക്കിയതാണോ നമ്മുടെ സർക്കാർ എന്നുള്ളതും തീർച്ചയായും. മലയിടം തുരുത്തിലെ പട്ടികജാതി കുടുംബങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ കുടിയിറങ്ങേണ്ടി വരുമെന്നാണ് ഇന്നത്തെ ഹൈക്കോടതി നിരീക്ഷണത്തിന്റെ രത്ന ചുരുക്കം. ആ മനുഷ്യരെ അവിടെ നിന്ന് കുടിയിറക്കാതിരിക്കാനുള്ള ഇടപെടലാണ് ഇനി സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. മലയിടം തുരുത്തിലുള്ളവർ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും കുടിയിറക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ സംസ്ഥാന സർക്കാരിന് ഇപ്പോഴും കഴിയുന്നില്ല എന്നതാണ് വസ്തുത. കൂടാതെ അധികാരമേറ്റ് 3-ാം ദിനം തന്നെ അവിടെ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള പോലീസ് അതിക്രമം നടന്നത് ന്യായീകരിക്കാനാകാത്ത കാര്യമാണ്. പോലീസ് അതിക്രമത്തെ സംസ്ഥാന സർക്കാർ തള്ളിപ്പറഞ്ഞു എന്നത് ശുഭകരമായ കാര്യമാണെങ്കിലും ആ മനുഷ്യർ അവർ ജനിച്ചു വളർന്ന മണ്ണിൽ ഭയരഹിതമായി ജീവിക്കുമെന്നു കൂടി ഉറപ്പാക്കാൻ സർക്കാരിനാവേണ്ടതുണ്ട്. കൂടാതെ പോലീസ് അതിക്രമത്തോടെ മലയിടം തുരുത്ത് ഇന്ന് കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ വിഷയം കൂടിയായി മാറിയിരിക്കുകയാണ്. നിരുപാധികം ആ മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്ന നിലപാടാണ് ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഇനി ചെയ്യേണ്ടത്. സാങ്കേതികത്വത്തിനപ്പുറം മാനുഷികമായി വേണം സർക്കാരും പ്രതിപക്ഷവും ഇടപെടാനെന്ന് ചുരുക്കം. RDX അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്.